നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. കേരള ഫോറസ്റ്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. KSU പ്രവർത്തകരെ മുഖത്ത് തുണിയിട്ട് കോടതിയിൽ ഹാജരാക്കിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പാത ഉപരോധിച്ചു. വടക്കാഞ്ചേരിയിലാണ് സംഭവം. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അവലോകന യോഗം മന്ത്രി കെ രാജൻ, മന്ത്രി AK ശശീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് PM പോഷൻ സോഷ്യൽ ഓഡിറ്റ് പൊതുസഭ പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. പൗരസ്ത്യ കൽതായ സുറിയാനി സഭ മാർത്ത് മറിയം വലിയ പള്ളിയിൽ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കേരള ഫോറസ്റ്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ 40ാം സംസ്ഥാന സമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് SR സുരേഷ് കുമാർ അധ്യക്ഷനായി. മികച്ച സംഘടനാ പ്രവർത്തനം കാഴ്ചവെച്ചവരെ CR വത്സൻ ആദരിച്ചു. ധനസഹായ വിതരണം, ഗുഡ് സർവീസ് എൻട്രി എന്നിവരെ ആദരിക്കലും CCF ഡോക്ടർ R ആടലരശൻ നിർവഹിച്ചു. കൌൺസിലർ റെജി ജോയ്, മുഹമ്മദ് അൻവർ, വിജി വർഗീസ്, VJ ഗീവർ, ഭദ്രകുമാർ എന്നിവർ സംസാരിച്ചു. ബില്ലുകൾ പാസ്സാക്കുന്നതിന്റെ അനുബന്ധമായി കൂടുന്ന ദിവസം കൂടിയായി. അതുകൊണ്ട് രാവിലെ അതിനും ഇവിടെ പ്രിയപ്പെട്ട കേസ് വിശദീകരിച്ച് കാണും. വനംവകുപ്പുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട ബില്ലുകളെ നിയമസഭയിൽ വരാൻ കഴിയും വിധം ക്യാബിനറ്റിന് അംഗീകാരം കൊടുക്കുകയുണ്ട്. അതുകൂടി കഴിഞ്ഞതിന് ശേഷമാണ് നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ മേൻ അനിമൽ കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കൺസെന്റ് വേണ്ടി വരുമെങ്കിലും അപകടകരമായ വിധത്തിൽ തുടർച്ചയായി ജനവാസ മേഖലകളിൽ ക്രൂരമായ വിധത്തിലുള്ള വിനോദത്തിന്റെ പേരിൽ ക്രൂരമായ വിധത്തിൽ മനുഷ്യനെ കൊല്ലുന്ന മൃഗങ്ങൾക്ക് നേരെയുള്ള നടപടികൾ ഉൾപ്പെടെ ബില്ലിലൂടെ കേരളം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കിടക്കുക. മേൻ അനിമൽ കോൺഫ്ലിക്റ്റ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രമകരമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഡ്രൈവർമാർ കൂടിയാണ്. ഏത് പാതിരാത്രിയിലും പകലിലും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു റെസ്റ്റ് കണക്കിലെടുക്കാൻ പറ്റാതെ അപകടകരമായ വിധത്തിൽ വനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ജീവികളുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ RRT ഉൾപ്പെടെയുള്ള പല വിധങ്ങളിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ചു കുറഞ്ഞവരാണ് നിങ്ങൾ എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. യഥാർത്ഥത്തിൽ നമ്മുടെ സംഘടനയെ ഉപയോഗിച്ചിട്ട് എന്ത് കാര്യം എന്ന് ചോദിച്ചവർ 40 വർഷക്കാലം 4 പതിറ്റാണ്ട് നീണ്ടു നിന്നിട്ടുള്ള നമ്മുടെ സംഘടനാ ജീവിതത്തിൽ പലയിടത്തും കാണാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കെന്തിനാണ് സംഘടന? കേരള ഫോറസ്റ്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ. പണിയെടുത്താൽ സർക്കാർ ശമ്പളം തരും, അത് മേടിക്കാം, അത് മേടിച്ച് സുഖകരമായി ജീവിക്കാം. അതിനെന്തിനാണ് ഒരു സംഘടന? ഞാൻ വളരെ സന്തോഷപൂർവ്വം കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ളൊരു മന്ത്രി എന്ന നിലയിൽ പറയട്ടെ, ഈ രംഗത്തേക്ക് കേരളത്തിലെ ഫോറസ്റ്റ് ഡ്രൈവർമാരുടെ മേഖലയിലേക്ക് മുഖ്യമന്ത്രിയുടെ മെഡൽ തന്നെ എത്തിച്ചേർന്നത് 40 വർഷം പിന്നിട്ട ഈ സംഘടന നടത്തിയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഇടപെടലുകളുടെ അടിസ്ഥാനത്തിലാണ് വളരെ പ്രധാനമായിട്ടും പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മുള്ളൂർക്കരയിൽ KSU SFI പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പ്രതികളായ KSU പ്രവർത്തകരുടെ മുഖത്ത് കറുത്ത തുണിയിട്ട് കോടതിയിൽ ഹാജരാക്കിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പോലീസ് സ്റ്റേഷന് മുന്നിലെ സംസ്ഥാന പാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. O ശ്രീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, PG ജയദീപ്, യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി PN വൈശാഖ്, അഡ്വക്കേറ്റ് മായാദാസ്, സന്ധ്യ കൊടക്കാടത്ത്, NA ബാബു, SAA ആസാദ് എന്നിവരും സംസാരിച്ചു.
നമുക്കെല്ലാം അറിയാം, കഴിഞ്ഞ കുറേയേറെ നാളുകളായി കേരളത്തിലെ പോലീസ് സംവിധാനം ഒരു തികഞ്ഞ പരാജയമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമെല്ലാം നമ്മൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 9 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഭരണത്തിന്റെ ആകെ തുക എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കെടുകാര്യസ്ഥതയിൽ മുങ്ങി നിൽക്കുന്ന, അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന, സ്വജനപക്ഷപാതത്തിൽ മുങ്ങി നിൽക്കുന്ന, പോലീസ് രാജിൽ മുങ്ങി നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളത്തിന്റെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് സാധാരണക്കാരായ ഒരാൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു ഇടമാണ്. അവിടെ നടക്കുന്ന CPM-ന്റെ അഴിഞ്ഞാട്ടമാണ്. പിണറായി വിജയന്റെ ഭരണത്തിൽ വലിയ അഴിഞ്ഞാട്ടമാണ് കേരളത്തിലെ പോലീസ് നടത്തുന്നത്. ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആഭ്യന്തര പടുവാഴയായി കേരളത്തിന്റെ പിണറായി വിജയൻ അധപതിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് മുന്നോട്ടുള്ളത്. ഈ 9.5 വർഷക്കാലം 17 കസ്റ്റഡി മരണങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. നടത്തറ പുത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കൈനൂർ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി നിർവഹിച്ചു. 2018 പ്രളയത്തിന്റെ കെടുതികൾക്ക് ശേഷം മണലിപ്പുഴയിലെ വെള്ളം നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിയാണ് കൈനൂർ ചിറയിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കണമെന്ന തീരുമാനത്തിലെത്തിയതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. കൈനൂർ ചിറയിൽ മുങ്ങിമരണങ്ങൾ ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ അവിടെ ഇറങ്ങുന്നവർക്ക് സുരക്ഷ ഒരുക്കേണ്ടതിന്റെയും പുഴ വൃത്തിയാക്കേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ച് മന്ത്രി ചൂണ്ടിക്കാട്ടി. മണലിപ്പുഴയ്ക്ക് കുറുകെ കൈനൂരിൽ 10 കോടി രൂപ ചിലവഴിച്ചാണ് യന്ത്രവൽകൃത ഷട്ടറുകളോടുകൂടിയ റെഗുലേറ്ററും വാഹന ഗതാഗതത്തിനുള്ള പാലവും ഉൾപ്പെടുന്ന കൈനൂർ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. 10 മീറ്റർ നീളവും 2.7 മീറ്റർ ഉയരവുമുള്ള 4 യന്ത്രവൽകൃത ഷട്ടറുകൾ ഉൾപ്പെടെ മണലിപ്പുഴയുടെ കുറുകെ വരുന്ന 46 മീറ്റർ നീളത്തിൽ റെഗുലേറ്റർ നിർമ്മിക്കുന്നതോടെ ജലക്രമീകരണം വേഗത്തിൽ നിയന്ത്രിക്കാനും വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാനും കഴിയും. നാട്ടുകാരുടെ വളരെക്കാലത്തെ ആഗ്രഹ പൂർത്തീകരണം കൂടിയാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം. മൂർക്കനിക്കര ഗവൺമെന്റ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വിശിഷ്ടാതിഥിയായി. തൃശൂർ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. സിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് സ്വാഗതം ആശംസിച്ചു. PG ഹെഡ്വർക്ക് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K. അരുൺലാൽ നന്ദി അറിയിച്ചു. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ EN സീതാലക്ഷ്മി, PK അഭിലാഷ്, ജിയ ഗിഫ്റ്റൻ, പുത്തൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PS സജിത്, ഒല്ലൂക്കര പഞ്ചായത്ത് അംഗം TK അമൽറാം, പുത്തൂർ പഞ്ചായത്ത് അംഗം PB സുരേന്ദ്രൻ, നടത്തറ പഞ്ചായത്ത് അംഗം KJ ജയൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ T. ദിലീപ് കുമാർ, ജോയ് ഐനിക്കാട്ട് എന്നിവർ പങ്കെടുത്തു. സാധാരണ നിലയിൽ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രതിസന്ധി വെച്ചുകൊണ്ട് 7 കോടി രൂപയ്ക്ക് നിശ്ചയിച്ചൊരു വർക്ക് 10 കോടിയായിട്ട് ഉയരേണ്ടി വരുമ്പോൾ ഉള്ളത് വെച്ച് അവസാനിപ്പിക്കുക എന്നാണ് സാധാരണ പറയുന്നത്. എന്നാൽ 10 കോടി രൂപയും അധികരിച്ചു വന്ന് പൂർണ്ണമായിട്ടുള്ള പണം ഉൾപ്പെടുത്തി 10 കോടി രൂപയും ഇതിന് അനുവദിക്കാനും അതിന് ഭരണാനുമതി നൽകാനും ഒരു
സുഹൃത്ത് എന്ന നിലയിലുള്ള ആത്മബന്ധം കൂടി വെച്ചുകൊണ്ട് കേരളത്തിലെ ജലവിഭവ മന്ത്രി കാര്യത്തിലെടുത്ത ശക്തമായിട്ടുള്ള നിലപാടും ഈ ഒറ്റക്കാര്യം ആലോചിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള യോഗങ്ങളും എനിക്ക് തോന്നുന്നു കൈയൂരിലെ ഒരു വലിയ സംഭവമാകേണ്ടതില്ല ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. നമുക്കൊരു വലുതാണെങ്കിലും ധാരാളമായി. പക്ഷേ ചീഫ് എഞ്ചിനീയർ തന്നെ നേരിട്ട് വന്ന് പരിശോധന നടത്തിയിട്ടുള്ള ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജായിട്ട് ഇതിന് മാറാൻ പറ്റിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി എടുത്ത സമാനതകളില്ലാത്ത ഇടപെടലിന്റെ കൂടിയ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തിനോട് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഔപചാരികമായി ഈ ചടങ്ങ് ആദ്യമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ ഏറെ ബഹുമാനപൂർവ്വം പറയും. എങ്കിലും ഞങ്ങൾ ചേർന്നിരുന്ന എല്ലാം പരിഹരിക്കും. അത് നാടിന് വേണ്ടി ബഹുമാനായ എന്റെ സുഹൃത്ത് രാജമന്ത്രി ഒന്ന് അഭിനന്ദിക്കാണ് ഞാൻ ഈ മീറ്റിംഗിന്റെ ഭാഗമായി മാറിയിട്ടുള്ളത്. വ്യക്തിഗതമായിരുന്നു കൂടി എന്റെ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സ്വീകരിക്കട്ടെ. നന്ദി, നമസ്കാരം. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ അവലോകന യോഗം ചേർന്നു. തൃശൂർ രാമനിലയത്തിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ, വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എസ് സജിത്, പഞ്ചായത്ത് അംഗം പി ബി സുരേന്ദ്രൻ, പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ ബി എൻ നാഗരാജ്, സ്പെഷ്യൽ ഓഫീസർ കെ ജെ വർഗീസ്, ചീഫ് കൺസർവേറ്റർ ഡോക്ടർ ആർ ആടലരസൻ എന്നിവർ പങ്കെടുത്തു. സുവോളജിക്കൽ പാർക്കിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ മന്ത്രിമാർ നിർദ്ദേശം നൽകി. പ്രധാന ആകർഷകങ്ങളായ പെറ്റ് സൂവിന്റെയും വെർച്വൽ സൂവിന്റെയും നിർമ്മാണം സെപ്റ്റംബർ മാസത്തിൽ തന്നെ ആരംഭിക്കുമെന്നും മന്ത്രിമാർ അറിയിച്ചു. ബി.ജെ.പി. തൃശൂർ സിറ്റി ജില്ലാ നേതൃയോഗം ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷനായി. കേരള രാഷ്ട്രീയത്തിൽ മാറ്റം വരുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്നതാണ് ലക്ഷ്യം. വികസിത കേരളം, വികസിത തൃശൂർ സൃഷ്ടിക്കാൻ ബി.ജെ.പിക്ക് സാധിക്കൂ. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എം ടി രമേശ്, എസ് സുരേഷ്, വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ, ഉണ്ണികൃഷ്ണൻ മാഷ്, എം വി ഗോപകുമാർ, എ നാഗേഷ്, രവികുമാർ ഉപ്പത്ത്, സേവർ പള്ളത്ത്, പി കെ ബാബു, കെ ആർ ഹരി എന്നിവരും പ്രസംഗിച്ചു. കാണാൻ പോകുന്നത് ഒരു സെമി ഫൈനലോ ക്വാർട്ടർ ഫൈനലോ അങ്ങനെയല്ല, ഒരു ഫൈനൽ ഇലക്ഷനാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് കാണുന്നത്. അതിനുവേണ്ടി പാർട്ടി തീരുമാനിച്ചൊരു ലക്ഷ്യം, പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് നമ്മൾ. ഒല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച PM പോഷൻ സോഷ്യൽ ഓഡിറ്റ് പൊതുസഭ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി ഉദ്ഘാടനം ചെയ്തു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ 2024-25 അധ്യയന വർഷത്തിലെ PM പോഷൻ സോഷ്യൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് തൃശൂർ ഈസ്റ്റ് ഉപജില്ലയിലെ 5 സ്കൂളുകളുടെ പൊതുസഭ നടത്തി. തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ്, കുട്ടനല്ലൂർ ഗവൺമെന്റ് LMLP, പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മൂർക്കനിക്കര ഗവൺമെന്റ് UPS, സ്നേഹദീപ്തി സ്പെഷ്യൽ സ്കൂൾ മണ്ണുത്തി എന്നീ സ്കൂളുകളുടെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഓഡിറ്റാണ് നടന്നത്. സ്കൂൾ സഭാ റിപ്പോർട്ടുകൾ രക്ഷകർത്താക്കൾ അവതരിപ്പിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. സോഷ്യൽ ഓഡിറ്റ് ഫെസിലിറ്റേറ്റർ ജെന്നി ജോസഫ് പദ്ധതി വിശദീകരണം നടത്തി. നോൺ ഫീഡിംഗ് സൂപ്പർവൈസർ പ്രിയ VP മുഖ്യാതിഥിയായിരുന്നു. നോൺ മെയിൽ ഓഫീസർ സീന NG, ഡിവിഷൻ കൌൺസിലർമാരായ റെജി ജോയ്, ശ്യാമള വേണുഗോപാൽ, രേഷ്മ ഹേമേജ്, സോഷ്യൽ ഓഡിറ്റ് ഫെസിലിറ്റേറ്റർ റാഷിദ എന്നിവർ സംസാരിച്ചു. ഓരോ പ്രദേശത്തെയും ചെന്ന് നോക്കുമ്പോൾ സർക്കാർ ഇച്ഛിക്കുന്നതനുസരിച്ചുള്ള ഗുണനിലവാരം ഉച്ചഭക്ഷണത്തിൽ വിതരണം ചെയ്യുന്ന ഉച്ചഭക്ഷണത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എല്ലാവരും അങ്ങനെയാണ് എന്ന അഭിപ്രായമില്ല. ഞാനിത് പറയുമ്പോൾ തിരിച്ച് എന്നോട് നേരിട്ട് ചോദിച്ചില്ലെങ്കിലും ഈ മേഖല കൈകാര്യം ചെയ്യുന്ന ഓരോ അധ്യാപകനും മനസ്സിൽ ചോദിക്കുന്നുണ്ടാകും, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്യണമെങ്കിൽ അതിനാവശ്യമായ പണം എവിടെ നിന്നാണ് തരുന്നത്, ആരാണ് തരുന്നത്? വളരെ നാമമാത്രമായ ഒരു തുക കിട്ടി അതുകൊണ്ട് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി കൊടുക്കണമെന്ന് നിങ്ങളെല്ലാം ആര് തന്നെ ആഗ്രഹിച്ചാലും നടക്കാൻ പോകുന്നില്ല പ്രസിഡന്റ് എന്ന് മനസ്സിൽ പറയുന്നുണ്ടാകാം മിക്കവാറും ആളുകൾ, അധ്യാപകരായിട്ടുള്ള അല്ലെങ്കിൽ ഈ വകുപ്പിനെ കൈകാര്യം ചെയ്യുന്ന എല്ലാവരും തന്നെ. ഞങ്ങളൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ 2 സന്ദർഭങ്ങളിലായി വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ചു
അതൊന്ന്, ആദ്യത്തെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, ഞാൻ ഒരിക്കലും രാഷ്ട്രീയം പറയുകയാണെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. രണ്ടാമത് അതിന് വീണ്ടും തുടക്കം കുറിച്ചത് 2016 പ്രൊഫസർ സി രവീന്ദ്രനാഥ് തൃശൂർ സെന്റ് തോമസ് കോളേജിലെ അധ്യാപകനായിരുന്ന, അന്ന് മുണ്ടശ്ശേരി മാഷും ഇവിടുത്തെ അധ്യാപകൻ തന്നെ ആയിരുന്നു. വലിയ പള്ളിയിൽ വിശുദ്ധ സ്ലീവ പെരുന്നാൾ ഭക്തി നിർഭരം. പൗരസ്ത്യ കൽദായ് സുറിയാനി സഭ മാർത്തമറിയം വലിയ പള്ളിയിൽ വിശുദ്ധ സ്ലീവ പെരുന്നാളിനോടനുബന്ധിച്ച് 13-ാം തീയതി തിരുനാൾ ദിവസം രാവിലെ പാട്ടുകുർബാനയോടെ അഭിവന്യമാർ ഔഗ്യൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികനായി. പ്രദക്ഷിണം ശക്തൻ തമ്പുരാൻ നൽകിയ 2 കുത്തുവിളക്കുകൾ, 25 പൊൻകുരിശ്, 20 മുത്തുക്കുടകൾ, നിരവധി വിശ്വാസികളുടെ അകമ്പടിയോടെ പ്രദക്ഷിണം വലിയ പള്ളിയിൽ നിന്നും കുരിശുപള്ളിയിലേക്ക് പ്രവേശിച്ചു. അഭിവന്യമാർ ഔഗ്യൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത നേർച്ചക്കഞ്ഞി ആശീർവദിച്ച് വിതരണം ചെയ്തു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പുത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പോസിറ്റീവ് കമ്മ്യൂൺ തൃശൂർ ചാപ്റ്ററിന്റെ സഹകരണത്തോടെ രക്ഷിതാക്കൾക്ക് ശില്പശാല സംഘടിപ്പിച്ചു. വളരുക, വളർത്തുക, അഭിനന്ദിക്കുക. ന്യൂജൻ കുട്ടികളെയും രക്ഷിതാക്കളെയും കൌൺസിലിംഗിലൂടെയും ട്രെയിനിങ്ങിലൂടെയും മികവുറ്റവരാക്കാൻ ശ്രമിക്കുക എന്നതാണ് ലക്ഷ്യം. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പോസിറ്റീവ് കമ്മ്യൂണിന്റെ തൃശൂർ ചാപ്റ്റർ ചെയർമാനും ഒല്ലൂർ VHSയിലെ അധ്യാപകനുമായ സതീഷ്, ജനറൽ കൺവീനർ ഷംല കരീം, സ്റ്റുഡൻസ് ഫോറം ഡയറക്ടർ വിജു വില്യംസ് എന്നിവർ ആൽഫ പാരന്റിംഗ് ക്ലാസ് നടത്തി. സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് റിംസി ജോസ്, സ്കൂൾ PTA പ്രസിഡന്റ് ചിന്തു ചന്ദ്രൻ, SMC ചെയർമാൻ മാർവിൻ മൈക്കിൾ, MPTA പ്രസിഡന്റ് ലിജ സജിത്, സ്റ്റാഫ് സെക്രട്ടറി സജിത CT, SRG കൺവീനർ സൗമ്യ, വൈസ് പ്രസിഡന്റുമാരായ ശ്രീജിത്ത്, രഞ്ജിത്ത്, മേഘ, PTA, MPTA, SMC കമ്മിറ്റി അംഗങ്ങൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടി രാവിലെയും വൈകിട്ടും ഈ എക്സസൈസ് ചെയ്യാം. കുറച്ച് നമുക്ക് ഒരു ആശ്വാസം കിട്ടും, ദേഷ്യത്തിന് ഒരു കൺട്രോൾ കിട്ടും. അതായത് ഈ 2 കൈ നമ്മൾ നീട്ടിപ്പിടിച്ചതിന് ശേഷം ഡീപ് ബ്രീത്ത് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൈ ഇങ്ങനെ ചുരുട്ടണം, കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കണം. എന്നിട്ട് നമ്മുടെ ദേഷ്യം, നമ്മുടെ സങ്കടം, ദേഷ്യം എന്ന് പറഞ്ഞത് സങ്കടത്തിന്റെ വേറെ രൂപം. അപ്പോൾ നമ്മുടെ ദേഷ്യം, സങ്കടം എല്ലാവരും നമ്മൾ ഈ കൈക്കുള്ളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഹോൾഡ് ചെയ്യാൻ പറയുമ്പോൾ ഇതിങ്ങനെ മുറുക്കി പിടിക്കുക, നന്നായിട്ട് മുറുക്കി പിടിച്ചിട്ട് ഞാൻ വീണ്ടും റിലാക്സ് അല്ലെങ്കിൽ ഇൻഹെയിൽ പറഞ്ഞിട്ട് പിന്നെ ഞാൻ എക്സൈൽ പറയുമ്പോൾ അല്ലെങ്കിൽ ശ്വാസം പുറത്തേക്ക് വിടാൻ പറയുമ്പോൾ നിങ്ങൾ പുറത്തേക്ക് വിടുക. മനസ്സിലായോ? ഇൻഹെയിൽ ഇങ്ങനെ പിടിക്കുക, ഇൻഹെയിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പിടിക്കുക, ഹോൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ദേഷ്യവും സങ്കടവും എല്ലാം ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ടൈറ്റ് ചെയ്യുക. എക്സൈൽ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിടുക. മനസ്സിലായല്ലോ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. പക്ഷെ എനിക്ക് എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ, ഒപ്പം നിൽക്കണം. ഇപ്പൊ എവിടേക്കും പോകണ്ട, വീട്ടിൽ പോകണ്ട, അടുക്കളയിൽ പോകണ്ട, കുട്ടികളുടെ അടുത്തേക്ക് പോകണ്ട, ആരുടെ അടുത്തേക്കും പോകരുത്, എൻ്റെ കൂടെ നിൽക്കണം. ഓക്കെ, ഇൻഹേൽ. ലേഡി ബ്യൂട്ടീഷ്യൻസ് തലപ്പള്ളി താലൂക്ക് ഓണാഘോഷവും വടക്കാഞ്ചേരി ബ്ലോക്ക് SSLC+2 ഡിഗ്രി ഡിപ്ലോമ വിജയികളെ അനുമോദിക്കുകയും നടത്തി. ജില്ലാ സെക്രട്ടറി ലിസി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് CM റസീന അധ്യക്ഷയായിരുന്നു. VN രാജേഷ്, MN സുബ്രഹ്മണ്യൻ, അബ്ദുൽ ഖാദർ, വിജയശ്രീ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഒറ്റ കൂട്ടായ്മ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് സംഘടന എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം, നമ്മുടെ സംഘടന 56 വർഷമായി. നമ്മളൊക്കെ ഇപ്പോൾ ഇതിനകത്ത് വന്ന് KSB എന്ന സംഘടന എന്താണ് എന്ന് ഓരോരുത്തരും പഠിച്ചു വരുന്നതുള്ളൂ. ഞാൻ 13 വർഷമായി എങ്കിലും ഇപ്പോഴും നമ്മൾ വിദ്യാർത്ഥികൾ തന്നെയാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും. ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ, കാലം നമ്മിൽ ഒന്നായി മാറി, ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും
ജനറൽ മെഡിസിൻ MD കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് സുവർണ ബസാർ മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ശ്രീകൃഷ്ണ ജയന്തി ദിനമായ 14-ന് ഉച്ചകഴിഞ്ഞ് ശോഭായാത്രകൾ ആരംഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ജില്ലയിലെ 1800 കേന്ദ്രങ്ങളിലും ശോഭായാത്രകൾ നടത്തും. 10,000 കൃഷ്ണവേഷങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, ഗോപിക നൃത്തം എന്നിവയും അരങ്ങേറും. തൃശൂർ നഗരത്തിലെ ശോഭായാത്രയിൽ U പ്രഭാകർ, P ഗോപകുമാർ, VC ഷമ്മി, KS നാരായണൻ, പ്രീത ചന്ദ്രൻ, ഭഗിനി, ഗീത നന്ദൻ, C ശിവൻ, CR മാധവൻ എന്നിവർ നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ P ഷമ്മി, പ്രീത ചന്ദ്രൻ, VN ഹാരി, CK മധു എന്നിവർ പങ്കെടുത്തു. നായിഡു ഫാമിലി വെൽഫെയർ ഫൗണ്ടേഷൻ ആദ്യ വാർഷിക ജനറൽ ബോഡി യോഗം 21-ാം തീയതി രാവിലെ 10 മുതൽ 3 വരെ ജയശ്രീ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് KM ശങ്കരമുരുകൻ അധ്യക്ഷനാകും. സെക്രട്ടറി SR മുത്തുകൃഷ്ണൻ, ജോയിന്റ് കൺവീനർ G രാഗേഷ്, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുനിൽ ബിന്ദു, ട്രഷറർ KR ജയകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് തല വായനാ മത്സരം എഴുത്തുപരീക്ഷയായി വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു. കഥാകൃത്ത് P ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. തലപ്പള്ളി താലൂക്കിലെ 21 ഹൈസ്കൂളുകളിലും 50 വായനശാലകളിലും നിർദ്ദിഷ്ട പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി നടന്ന എഴുത്തുപരീക്ഷയിൽ 1ാം സ്ഥാനം നേടിയവരാണ് താലൂക്ക് തല വായനാ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഹൈസ്കൂൾ വിദ്യാർത്ഥികളും 16 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ള 1ാം വിഭാഗവും 26-ഉം അതിനു മുകളിലും പ്രായമുള്ള 2ാം വിഭാഗവുമായി 100ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. തൃശൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് V മുരളി മുഖ്യാതിഥിയായിരുന്നു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി KK ജയപ്രകാശ് പരീക്ഷാ നടത്തിപ്പിന് നേതൃത്വം നൽകി. കേരള പൊതുവായനശാല 2 നേരം ബുക്ക് എടുക്കും. കാലത്ത് ഒരു ബുക്ക് എടുക്കും, അത് വായിച്ച് വൈകുന്നേരം ഒരു ബുക്ക് എടുത്ത് വായിച്ച് അവസാനിച്ച് പോകുന്ന അപേക്ഷ. അന്ന് വായനയ്ക്കൊരു മത്സരം ഉണ്ടായിരുന്നില്ല. വായന സ്വന്തമായിട്ട് സ്വയം നമ്മൾ മത്സരിക്കുകയായിരുന്നു. ഞങ്ങളുടെ കാലത്ത് ഒരു കാലത്ത് ഡാനിയൽ ഡിഫോ എന്ന് പറഞ്ഞുള്ള റോബിൻസൺ ക്രൂസോ എന്ന് പറഞ്ഞ കഥ നോവൽ വായിച്ച ഓർമ്മ ഒരു 58-59 കാലം വായിച്ച ഒരു ഓർമ്മ ഇന്നും നിലനിൽക്കണം. അത്തരം സാഹിത്യകൃതികൾ വായിച്ചൊരു ഓർമ്മ നിലനിൽക്കണമെങ്കിൽ അത്തരം സാഹിത്യകൃതികൾ എഴുതപ്പെടണം. അപ്പോൾ വായനക്കാർക്ക് അത് കൃത്യമായിട്ടുള്ള കാലം കഴിഞ്ഞാലും അത് ഓർമ്മയിൽ നിൽക്കും. നമ്മൾ ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ ഡാനിയൽ ഡിഫോന്റെ റോബിൻസൺ ക്രൂസോ വായിക്കേണ്ട ഒരു ബുക്ക്. മഴവിൽ ആനന്ദ സംഗീതോത്സവം സെപ്റ്റംബർ 17-ന് 8 മണിക്ക് തൃശൂർ NSS ഹാളിൽ 101 പിന്നണി ഗായകരെ അണിനിരത്തി സമർപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഭക്തിഗാന സംഗീത നൃത്താവിഷ്കാര സമർപ്പണം വൈക്കം വിജയലക്ഷ്മിയും ആചാര്യ ആനന്ദകൃഷ്ണനും വൈകിട്ട് 6:30-ന് നടത്തും. വയനാടിന്റെ തനതായ പ്രകൃതി വിഭവങ്ങളുടെ വിപണനമേള ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ആചാര്യ ആനന്ദകൃഷ്ണൻ, രാജേശ്വരി ഗണേഷ്, ദേവിമായ, അനിൽ അനുഗ്രഹ, ബാബു മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ
നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. മെഗാ ലക്കി ഡ്രോയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഗിഫ്റ്റ് വോച്ചേഴ്സ് ആൻഡ് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മേച്ചേരി സിൽസ് ഒരുക്കുന്ന ഓണക്കോടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷന്റെ ഭാഗമാകാൻ നിങ്ങൾ റെഡിയാണോ? 1,999 അബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ലഭ്യമാകും. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ്, സെക്കൻഡ് പ്രൈസ് TV ആൻഡ് തേർഡ് പ്രൈസ് ഹോം അപ്ലയൻസസ്. മെഗാ ലക്കി ഡ്രോ ഓഫേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി ലക്കി ഡ്രോ ഓഫേഴ്സും സ്വന്തമാക്കാം. 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്നും ദിവസേനയുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസ് സമ്മാനമായി നൽകുന്നതാണ്. അതുകൂടാതെ 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വോച്ചേഴ്സ് സമ്മാനം. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പിള്ളി ഏജൻസീസ്. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. ഇന്ത്യ സർക്കാർ ലഹരി വിമുക്ത ബോധവൽക്കരണ പദ്ധതികളുടെ ഭാഗമായി തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും സെപ്റ്റംബർ 18 മുതൽ 25 വരെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് DK കൗസല്യ ബഹൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടനം 18-ന് ചേർപ്പ് CNN ബോയ്സ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ എക്സൈസ് കമ്മീഷണർ സുഭാഷ് നിർവഹിക്കും. ക്യാമ്പയിൻ പ്രതിദിനം രാവിലെ 9 മുതൽ വൈകിട്ട് 7 വരെ വിവിധ സ്ഥാപനങ്ങളിൽ നടക്കും. വടക്കാഞ്ചേരി വാഴാനി സ്വദേശി 75 വയസ്സ് പ്രായമുള്ള നെടിയ പാലക്കൽ പോളിനെ കാണാതായി. കഴിഞ്ഞ വ്യാഴം വൈകിട്ട് വീട്ടിൽ നിന്നും പോയതാണ്. സന്ധ്യയ്ക്ക് ഓട്ടുപാറയിൽ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. മെലിഞ്ഞ ശരീരമാണ്, വെള്ളമുണ്ടും നീല കള്ളി ഷർട്ടുമാണ് വേഷം. വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിവരം ലഭിക്കുന്നവർ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലോ 9745927894 എന്ന നമ്പറിലോ അറിയിക്കേണ്ടതാണ്. അവണിശ്ശേരി പഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റും പ്രമുഖ ഗാന്ധിയനുമായ VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ മകനുമായ VK ജയഗോവിന്ദൻ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. തൃശൂർ ജില്ലാ അടയ്ക്ക മാർക്കറ്റിംഗ് സഹകരണ സംഘം പ്രസിഡന്റ്, അവിടിശ്ശേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ്, കാംകോ ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. AUPS അമ്പലപ്പാട് സ്കൂൾ മാനേജറായി നിലവിൽ പ്രവർത്തിച്ചിരുന്നു. ഭാര്യ CA ശാരദ, മക്കൾ VJ അരുൺ, ഡോക്ടർ VJ ബിമൽ, മരുമക്കൾ രേഖ അരുൺ, സുജ ബിമൽ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള ഫോറസ്റ്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. KSU പ്രവർത്തകരെ മുഖത്ത് തുണിയിട്ട് കോടതിയിൽ ഹാജരാക്കിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പാത ഉപരോധിച്ചു. വടക്കാഞ്ചേരിയിലാണ് സംഭവം. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അവലോകന യോഗം മന്ത്രി K രാജൻ, മന്ത്രി AK ശശീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് PM പോഷൻ സോഷ്യൽ ഓഡിറ്റ് പൊതുസഭ പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. പൗരസ്ത്യ കന്തായ സുറിയാനി സഭ മാർത്ത് മറിയം വലിയ പള്ളിയിൽ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.